ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധാഞ്ജലി. ഒരു റിപ്പോർട്ട്. കോഴിക്കോട്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. നഷ്ടം സാധാരണ ജനങ്ങൾക്കു മാത്രം, കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും സഹോദരങ്ങൾക്കും മാത്രം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വനിതാ സാഹിതി ഗസയിലെ കുഞ്ഞുങ്ങൾക്കായി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വനിതാ കലാസാഹിതി ജില്ലാ കമ്മിറ്റി ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ഇന്നലെ വൈകിട്ട് സെപ്റ്റംബർ 25 വൈകിട്ട് കോഴിക്കോട് മാനാഞ്ചിറക്ക് സമീപം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്ന് കാൽനടയായി ആരംഭിച്ച ജാഥ മാനാഞ്ചിറക്ക് സമീപം അവസാനിച്ചു. യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ ശശികുമാർ പുറമേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി അജിത നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ശ്രീമതി അനീസ സുബൈദ, എം എ ബഷീർ, ടി എം സജീന്ദ്രൻ, കെ റഹിയാന ബീഗം, മൃദുല മോഹൻ, സുമതി ഹരിഹരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എൽ സി സുകുമാരൻ, ജയഗാന്ധി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. പ്രശസ്ത കവി മുണ്ട്യാടി ദാമോദരൻ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി അജിത മാധവ്, അജിത മീഞ്ചന്ത, റുക്സാന കക്കോടി, ശ്രീജ ചേളന്നൂർ എന്നിവർ കവിതകൾ ആലപിച്ചു. ഗസയിലെ യുദ്ധത്തിനെ അനുസ്മരിക്കുന്ന സന്ദേശം ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ടാണ് കവിതകൾ ആലപിച്ചത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധതീവ്രത ഉൾക്കൊള്ളുന്ന കവിതകൾ അവതരിപ്പിച്ച കവികൾ വീണ്ടും വീണ്ടും നമ്മോട് ഉണർത്തിക്കുകയാണ്. യുദ്ധം നഷ്ടം. യുദ്ധം ജനങ്ങൾക്ക് മാത്രം, സാധാരണ അധികാരത്തിലിരിക്കുന്നവർ, അധികാരമോഹിതർ, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ സ്വന്തം അനുഭവങ്ങളായി മാറുന്നത് വരെ പാവം ജനങ്ങൾ അത് കെട്ടുകഥകളായി തുടരും. മരണമടയുന്നു. ഗാസയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ വിശന്നു മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് എത്രമാത്രം വേദനാജനകമാണെന്നുള്ളത്. നമ്മുടെ എല്ലാ ഇതിഹാസങ്ങളും ചരിത്രവും ഒക്കെ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ, എല്ലാ യുദ്ധവും പരാജയത്തിലാണ്. ലോകത്തിൽ ഇന്നുവരെ ഒരു യുദ്ധവും വിജയിച്ചിട്ടില്ല. അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. അതിനൊന്ന് നമ്മുടെ ഇതിഹാസമായ മഹാഭാരതമാണ്. മഹാഭാരതം മുന്നോട്ട് വെക്കുന്ന സന്ദേശം തന്നെ യുദ്ധം ഒരാൾ പോലും യുദ്ധത്തിൽ വിജയിക്കില്ല എന്നുള്ളത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥയും നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. കാരണം അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ച ഒരുപാട് യുദ്ധങ്ങൾ നടത്തി ഒരുപാട് ആൾക്കാരെ സുന്ദരിയായ ഒരു സ്ത്രീയായി ഉപമിച്ചുകൊണ്ടും മാതാവിനോട് ഉപമിച്ചുകൊണ്ടുമാണ് ഞാൻ ഈ കവിത എഴുതിയിട്ടുള്ളത്. കവിത ചൊല്ലെന്താ പറയാം. ഗസ സുന്ദരി, നിന്റെ ഈ ഹിക്കാബ് ഒന്ന് മാറ്റി, ഞാൻ ഈ സൗന്ദര്യത്തെ ഒന്ന് കണ്ടോട്ടെ, ഒന്ന് ആസ്വദിച്ചോട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവളെ, ഇന്നലെ വരെ നീ എന്തുമാത്രം അല്ലെങ്കിൽ അങ്ങനെ വീഴുന്ന കവിതകൾ, അദ്ദേഹം വിതയ്ക്കുന്ന കവിതകൾ കുറച്ച് ഭാഗം മാത്രമേ കവിതയായി വരുന്നുള്ളൂ എന്ന് ഇദ്ദേഹം പറയുകയാണ്. അത് വരുന്നത് വിതയ്ക്കുന്ന ആൾ എത്രത്തോളം കവിതയാകുന്നു എന്നുള്ളത് വിതയ്ക്കുന്ന ആൾ തന്നെയാണ് ഒരു പരിപാടിയായി കണക്കാക്കുന്നത്. ഈ പരിപാടിക്ക് പങ്കെടുത്ത എല്ലാ വനിതാ കലാ സാഹിതി സഹോദരിമാർക്കും അഭിവാദ്യം അറിയിക്കുകയാണ്. അതുപോലെ സംഘടിപ്പിച്ച സംഘടനയ്ക്ക് ഇന്ന്
ഗാസയിൽ നിന്നുള്ള വാർത്തകൾ, അവിടുത്തെ കാഴ്ചകൾ മനസാക്ഷിയുള്ളവരുടെ നെഞ്ചു പിളർക്കുന്നതാണ്. വെട്ടവും അന്ധകാരവും അറിയാത്ത വെടിയൊച്ച മാത്രം മുഴങ്ങുന്ന കാതുകൾ, പച്ചയിൽ കറുത്ത മരങ്ങളും പച്ച മാംസങ്ങളും. കവിതയുടെ ഞങ്ങൾ കുടുകൾ സമ്പൽ സമൃദ്ധിതൻ സംഗീതമോതുന്ന ഞങ്ങൾ കുടുകൾ. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരുന്നു പോലും ഇനിയും ലോകത്ത് പലതരത്തിലുള്ള ഇങ്ങനെ വിധ്വംസകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഈ കുഞ്ഞുങ്ങളോട് ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തവരോട് നമുക്കൊരിക്കലും കൂട്ടുനിൽക്കാനാവില്ല. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും ഒപ്പമാണ്. എന്നും യുവ ക്ലാസ് ആക്കിയും വനിതാ ക്ലാസ് ആക്കിയും